ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഫോർ ആപ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇന്ത്യൻ INR കൊടുത്ത് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിക്കുന്ന 5 എക്സ്ചേഞ്ചുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ബിറ്റ് കോയിൻ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനും സാധിക്കുന്ന 5 എക്സ്ചേഞ്ചുകൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 എക്സ്ചേഞ്ചുകൾ എന്ന്. അപ്പോൾ യുണോകോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് ആയിരുന്നു യുണോകോയിൻ. 2013 ആദ്യമായിട്ട് യുണോകോയിൻ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ബിറ്റ് കോയിൻ ആദ്യമായിട്ട് വാങ്ങിയ പലരും യുണോകോയിൻ ഉപയോഗിച്ചായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല വശങ്ങളുണ്ട്, എന്നാൽ കുറച്ച് പോരായ്മകളുണ്ട്. അപ്പോൾ യുണോകോയിൻ എന്ന് പറയുന്നത് വെബിലും അതുപോലെ തന്നെ മൊബൈൽ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിലെ PC-യിലോ ഇത് യൂസ് ചെയ്യാം. ബിറ്റ് കോയിൻ വാങ്ങാനോ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് PC-യിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, അതുപോലെ ഐഫോണിൽ വർക്ക് ചെയ്യാം, iOS-ൻ്റെ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു മെത്തഡാണ്. അതിനുശേഷം ഇത് ഇൻ്റർഫേസ് നിങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ അറിയാം, വളരെ ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. KYC അപ്ഡേറ്റ്സ് അവർ ഒരാഴ്ചയോളം ടൈം എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. 1 വീക്സ് എടുക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ് മൾട്ടി ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BTC കൂടാതെ തന്നെ എത്തേറിയം, റിപ്പിൾ, അതുപോലെ BCH, ലൈറ്റ് കോയിൻ ഒക്കെ ഒരുപാട് കറൻസികൾ ഇപ്പോൾ ഒരു എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ട്രേഡിംഗ് ചെയ്യാം. അതായത് ഇന്ത്യൻ INR കൊടുത്ത് BTC കൂടാതെ ഇത്രയും കറൻസികളിൽ നമുക്ക് വാങ്ങി വിൽക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ സെക്യൂർ ആണ്. ഇപ്പോൾ സെക്യൂർ എന്ന് പറഞ്ഞാൽ 100% സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം ബിറ്റ് കോയിൻ ഓൺലൈൻ വാലറ്റുകൾ ഒരിക്കലും നമുക്ക് 100% സെക്യൂർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റുള്ള എക്സ്ചേഞ്ചുകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യുണോകോയിനെ വിശ്വാസത്തിൽ എടുക്കാം എന്ന് പറയാൻ സാധിക്കുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കാം. പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മിനിമം ഡെപ്പോസിറ്റ് ഇപ്പോൾ 1000 രൂപയാണ്. നിങ്ങൾക്ക് ബാങ്ക് വഴിക്ക് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിക്കുള്ളൂ. മിനിമം എമൗണ്ട് 1000 രൂപയിലും ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേക്കർ ഫീ എന്ന് പറയുന്നത് 0.4%, ടേക്കർ ഫീ എന്ന് പറയുന്നത് 0.6% ആണ്. അപ്പോൾ ടേക്കർ ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങാണ് അല്ലെങ്കിൽ അപ്പോൾ തന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേക്കർ ഫീ നിങ്ങൾക്ക് 0.6% നിങ്ങൾക്ക് ഫീ നിങ്ങളിൽ നിന്ന് കട്ടാക്കും. ഇപ്പോൾ മേക്കർ ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബിഡ് റേസ് ചെയ്യാണ് അല്ലെങ്കിൽ സെൽ ഓർഡർ റേസ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങളുടെ ഓർഡർ കംപ്ലീറ്റ് ആയി പോവുകയാണെങ്കിൽ 0.4% മാത്രമാണ് നിങ്ങൾക്ക് ഫീ ഈടാക്കിയുള്ളൂ. അപ്പോൾ അത് അത്ര കമ്പാരിറ്റീവ്ലി അത്ര കൂടുതലല്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് BTC വിഡ്രോൾ ചെയ്യണം. നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന BTC നിങ്ങൾക്ക് മറ്റൊരു ബിറ്റ് കോയിൻ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 0.0005 BTC ആണ് ഒരു ഫീ ആയിട്ട് ഈടാക്കുന്നത്. അതിന് വിഡ്രോവലിന് ഏകദേശം 10 രൂപയോളം ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് യുണോകോയിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം മറ്റുള്ള എക്സ്ചേഞ്ചുകളായിട്ട്. അതിനുശേഷം നിങ്ങൾ വിലയിരുത്തി നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ച് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വാലറ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എക്സ്ചേഞ്ച് ഏതാണെന്ന് നോക്കാം. സെബിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ 2ാമത്തെ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് ഉള്ള വെച്ചിട്ട് 2ാമത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ളത് ZEBPAY വഴിക്കാണ്. കാരണം ഞാനിത് ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് യുണോകോയിൻ എനിക്ക് വെരിഫൈ ചെയ്ത് കിട്ടാൻ ഒരു സമയം എടുത്തു, ഏകദേശം ഒരാഴ്ചയോളം എടുത്തു. അപ്പോൾ എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ZEBPAY ആക്ടിവേഷനായിട്ട് വെരിഫൈ ചെയ്ത് കിട്ടി. അപ്പോൾ ഞാൻ ZEBPAYലായിരുന്നു എനിക്ക് കൂടുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ZEBPAY 2ാമത് ലിസ്റ്റ് ചെയ്യാനായിട്ട് മറ്റു ചില കാരണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വഴി നോക്കാം. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, നല്ല പോസിറ്റീവ് ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ നോക്കാം. ഇതൊരു മൊബൈൽ ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇത് വെബ്സൈറ്റ് ഇല്ല, നമുക്ക് ലാപ്ടോപ്പോ PC ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഐഫോണിൻ്റെ iOS ആപ്ലിക്കേഷൻ മാത്രമേ ഇതിനുള്ളൂ. ഇൻ്റർഫേസ് അതുപോലെ തന്നെ യുണോകോയിൻ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. KYC അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രൂഫ്സ് വെച്ചിട്ട് തന്നെ നമുക്കിത് വെരിഫൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ യുണോകോയിനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ZEBPAYലും ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ അവർ മറ്റുള്ള കറൻസികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് BTC കൂടാതെ തന്നെ റിപ്പിൾ, XRP കോയിനും അതുപോലെ BCH, ലൈറ്റ് കോയിനൊക്കെ നമ്മൾ ഇപ്പോൾ ZEBPAYൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതും ട്രേഡ് ചെയ്യാം, ഇന്ത്യൻ റുപ്പീസ് കൊടുത്ത് അത് വാങ്ങാം.
സെക്യൂർ ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, സെക്യൂർ ആണെന്ന് നമുക്ക് പറയാം. യുണോകോയിൻ പോലെ തന്നെ സെക്യൂർ ആണ്. പക്ഷേ ലോങ് ടൈം സ്റ്റോറേജിന് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റോറേജ് മാത്രം. ഞാൻ ഒരു ഇന്ത്യൻ സൈറ്റിൽ പോലും ഞാൻ ബിറ്റ്കോയിൻ ലോങ് ടൈം ആയിട്ട് സ്റ്റോർ ചെയ്യാറില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ ഈ മിനിമം ഡെപ്പോസിറ്റിൻ്റെ കാര്യം നോക്കാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഡെപ്പോസിറ്റ് 10,000 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മിനിമം നമുക്ക് 10,000 രൂപ ഉണ്ടെങ്കിലാണ് സെപ്പയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പേ യു മണി ഗേറ്റ് വേ ഉപയോഗിച്ചിട്ട് നമുക്ക് മിനിമം 2,500 രൂപ വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചാർജുകളുണ്ട്. നമുക്ക് 2,500 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏകദേശം 200 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് കട്ടാവും. അവരുടെ സർവീസ് ചാർജ് GST എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു എമൗണ്ട് അത്രയും രൂപയ്ക്ക് പോകും. പിന്നെ നമുക്ക് ഫീ നോക്കാം എങ്ങനെയൊന്ന് പേ, അതായത് നേരത്തെ നമ്മൾ യുണോകോയിൻ്റെ ഫീ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ നോക്കുകയാണെങ്കിൽ മേക്കർ ഫീ എന്ന് പറയുന്നത് 0.59% മേക്കർ ഫീ. ടേക്കർ ഫീ എന്ന് പറയുന്നത് 1.18%. അതായത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ടേക്കർ ഫീ വളരെ ഹൈ ആണ്. അപ്പോൾ മേക്കർ ഫീ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ 200 രൂപ വിലയുള്ള ഒരു കോയിനാണ്. അപ്പോൾ നമ്മളത് 190 രൂപയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി ബിഡ് റേസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോയിൻ 200 രൂപയ്ക്ക് താഴെ വന്ന് 190 വന്ന് നമ്മുടെ ഓർഡർ ഫില്ലാവാം. അങ്ങനെ വരുമ്പോൾ അത് മേക്കർ ഫീ ആണ്. അപ്പോൾ നമുക്ക് 0.59% മാത്രമേ നമ്മുടെ ഇന്ന് ഫീ ആയിട്ട് കട്ടാക്കിയുള്ളൂ. അപ്പോൾ ടേക്കർ ഫീ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് മാർക്കറ്റ് വിലയ്ക്ക് നമ്മൾ 200 രൂപ കോയിന് 200 രൂപ അപ്പോൾ തന്നെ നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് തന്നെ വാങ്ങുകയാണെങ്കിൽ അത് ടേക്കർ ഫീ ആണ്. അത് 1.18% പൈസ കട്ടാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ മണി ഇപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ സെല് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന INR എങ്ങനെ നമ്മുടെ വാളറ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് 10 രൂപയാണ് അവർ ഈടാക്കുന്നത്. അത് ഏകദേശം എല്ലാ എക്സ്ചേഞ്ചിലും ഒരുപോലെയാണ്, വലിയ ഡിഫറൻസൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ZEBPAയെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ ZEBPAY ഈ എക്സ്ചേഞ്ചും പറ്റുമെങ്കിൽ അക്കൗണ്ടൊക്കെ തുടങ്ങാം. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമതായിട്ടുള്ള അടുത്ത എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ മൂന്നാമതായിട്ട് COINDELTA എന്ന എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് യുണോകോയിനും അതുപോലെ ZEBPAY ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ല ബെനിഫിറ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വെബ് ബേസ്ഡ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു വട്ടം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ. അതുപോലെ ഈസി ടു യൂസ് ആണ്. KYC അപ്ഡേഷൻ എല്ലാ എക്സ്ചേഞ്ചുകൾക്കും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് പാൻ കാർഡോ ആധാർ കാർഡോ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. മറ്റുള്ള എക്സ്ചേഞ്ചുകൾ പോലെ തന്നെ ഇതിലും മൾട്ടിപ്പിൾ ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. എത്തേറിയം, LTC, അതുപോലെ റിപ്പിളൊക്കെ തുടങ്ങി 4-5 കോയിൻസോളം സെപ്പറേറ്റ് വേറെ കോയിൻസ് ഉണ്ട്. അവർ ഇനി അടുത്ത് തന്നെ പുതിയ കോയിൻസ് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു എക്സ്ചേഞ്ച് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് മണി എന്ന് പറയുന്നത് 500 രൂപയാണ്. നിങ്ങൾ മറ്റ് യുണോകോയിൻ കന്നഡ ZEBPAY കന്നഡ യുണോകോയിലാണെങ്കിൽ 1000 രൂപയാണ്, അതുപോലെ ZEBPAYലാണെങ്കിൽ 10,000 രൂപയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ മിനിമം 500 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ INR ഡെപ്പോസിറ്റ് ചെയ്യാം, അതുവഴിക്ക് BTC വാങ്ങാം. അപ്പോൾ COINDELTAയുടെ നമുക്ക് ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് ഫീ. അതായത് നമ്മൾ മേക്കർ ഫീ എന്ന് പറയുന്നത് 0% ഫീ ആണ്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതേസമയം ടേക്കർ ഫീ എന്ന് പറയുന്നത് 0.3, അതായത് വെറും 0.3% മാത്രമാണ് ടേക്കർ ഫീ ഉള്ളൂ. അപ്പോൾ വളരെ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്. നമുക്ക് മറ്റേതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം കാണുന്നത് BTCയുടെ വിഡ്രോവൽ ഫീ എന്ന് പറയുന്നത് 0.001 ആണ്. അതായത് നമ്മൾ ZEBPAY യുണോകോയിൻ്റെ നേരെ ഡബിൾ ആയിട്ട് വരും വിഡ്രോവൽ ഫീ പറയുന്നത്. പക്ഷേ മറ്റുള്ളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ് കാര്യങ്ങൾ. അതുപോലെ ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ 20 രൂപയാണ് COINDELTA ഈടാക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങളിത് എല്ലാത്തിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ എല്ലാം ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി എല്ലാത്തിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതിന് കമ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത് എന്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ INR ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏത് എക്സ്ചേഞ്ച് വേണ്ടതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ആ എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. കാരണം ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചൂസ് ചെയ്യാം, അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 എക്സ്ചേഞ്ച് മനസ്സിലായി കാണാൻ ഞാൻ 5 എക്സ്ചേഞ്ച് പരിചയപ്പെടുത്താനാണ് വിചാരിച്ചത്. പക്ഷേ ഇത് വീഡിയോ വളരെ ലെങ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 3 എക്സ്ചേഞ്ചിൽ നിർത്താണ്. കാരണം ഇത് കൂടാണ്ട് COINSECURE ഉണ്ട്, COINEX ഉണ്ട്, പോക്കറ്റ് ബിറ്റ്സ് ഉണ്ട്, ഒരുപാട് എക്സ്ചേഞ്ചുകൾ വേറെയുണ്ട്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്ന ഒരു 3 എക്സ്ചേഞ്ചാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഇത്തിരി സമയം എടുത്തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് സമയം പോയി എൻ്റെ ഡാറ്റാസൊക്കെ. കാരണം ഇത് എല്ലാ എക്സ്ചേഞ്ചിൻ്റെയും മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാരാണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒന്നല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫീ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും.
അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം എടുത്തു, അതുപോലെ എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം പോയി. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാണുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ചെയ്യാണ്ട് പോരുത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്